ഓണത്തല്ല് പ്രേക്ഷകർക്ക് ലൈവായിട്ട് കാണാൻ പറ്റിയല്ലോ. ഓണമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ്. സീരിയസ് ആണോ? ഇല്ല, ലഘുവായിട്ട് ചെറിയ ജനറൽ നോളജ്. जनरल नॉलेज ओणम के दिन सुबह सवेरे हम കുളിച്ചുകൊണ്ട് അമ്പലത്തിൽ जाता है സുബഹ എന്നൊന്നും പറയാൻ എനിക്കറിയില്ല. രാവിലെ എനിക്ക് 20 തരാം, ഞാൻ കട്ട് ചെയ്യിച്ചു. അവർക്ക് 100-ൽ 100. വലിയ റാങ്ക് ഹോൾഡർ ഒക്കെ ആയിരുന്നില്ല. മോഹിനിയാട്ടത്തില് ഓണത്തിലല്ല ഞാൻ റാങ്ക്. ഓണം के दिन हम ഊഞ്ഞാൽ ആടുത്താ ഹേ, പൂക്കളം ഇടുത്താ ഹേ എന്ന് എഴുതിയുള്ളതാണ്. മഹാബലിയുടെ തലയിൽ കാല് വെച്ച് വാമനൻ മഹാബലി എവിടേക്കാണ് അയച്ചത്? സിംഗപ്പൂർ. ഹിന്ദി അടയാൻ ഒരു കാരണമുണ്ട്, അതറിയാമോ? കോമഡി അല്ലേ? ഇതാണ് ചേട്ടന്റെ കുഴപ്പം. ചേട്ടൻ സീരിയസ് അല്ലേ? കളഞ്ഞു പൊളിച്ചു കണ്ട. ഇതാണ് അവസാനം കൊണ്ടുവന്ന്. പിന്നെ ബാക്കിയുള്ള ഞാൻ ചോദിക്കേണ്ടത്. സബ്ജക്ട് മാറ്റർ നോളജ് ഇല്ലാത്തത് ഈ ചോദിക്കണ്ട. ഈ സെഗ്മെന്റ് വേണ്ടായിരുന്നു എന്ന് ഇത് ഇനി മേലെ ചോദിക്കും. ഇത് നമ്മുടെ അതിഥി അർജുൻ സോമശേഖർ ആൻഡ് അവർ വൺ ആൻഡ് ഓൺലി സൗഭാഗ്യ വെങ്കിടേഷ്. എങ്ങനെ പോകുന്നു ഓണമൊക്കെ? കൊള്ളാം. ഒരു കെയോസിന്റെ അകത്ത് നിന്നുകൊണ്ട് അതെ, ഒരു സാധാരണ ഒരു ഓണമാണ് ഇപ്രാവശ്യം. കാരണം അറിയാലോ, ഇപ്പൊ ഒരു വലിയൊരു ക്രൈസിസിലാണ് ഹോൾ സ്റ്റേറ്റ് നിൽക്കുന്നത്. പക്ഷെ സ്റ്റിൽ നമ്മളെല്ലാരും ഒരു ക്രൈസിസ് ഘട്ടത്തിൽ എല്ലാവർക്കും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം, ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ഈ ഒരു ഓണത്തിന്. നമുക്ക് ആ മഹാബലി ആഗ്രഹിച്ചതുപോലെ എല്ലാരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു സമയം. ഈ ഓണത്തിന് മുത്തശ്ശി കൂടെ ഇല്ല. അപ്പോൾ മുത്തശ്ശിയുടെ ക്യാരക്ടേഴ്സിൽ നന്ദനത്തിലൂടെയാണ് വന്നതെങ്കിലും കല്യാണരാമനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു ഫീല് ഭയങ്കര സന്തോഷം തന്നെയാണ്. കാരണം ഒരാളുടെ ആഗ്രഹം അതിൽ പെർസിസ്റ്റന്റ് ആയിട്ട് നിന്നാൽ അത് ഏത് ഏജിലാണ് അത് നമുക്ക് ആ ഒരു ലക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മൂമ്മയുടെ കാര്യത്തിൽ ഷി വാസ് കൺസിസ്റ്റന്റ്. അപ്പൊ ആ ഒരു ഏജിലാണ് അമ്മൂമ്മയ്ക്ക് ഇത്തരം ഒരു ഓഫർ വരുന്നത്. ആൻഡ് ഇത്രയും നാൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരുന്നത് നന്നായെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പിന്നീട് അമ്മൂമ്മയ്ക്ക് വന്ന ക്വാളിറ്റി ഓഫ് വർക്ക്സ് ഭയങ്കര നല്ലതായിരുന്നു. ആദ്യത്തെ അമ്മൂമ്മയുടെ ഡെബ്യൂ ഈ നാഷണൽ ബ്രാൻഡ്സിന്റെ ആഡ്സ് ആണെങ്കിലും പിന്നീട് ചെയ്ത വർക്കുകളാണെങ്കിലും എല്ലാം അമ്മൂമ്മ ചെയ്തിരുന്ന കഥാപാത്രങ്ങളൊക്കെ ഇന്നും ആൾക്കാർ ഓർക്കുന്നതും. നമുക്കിപ്പോൾ മീംസ് ഒക്കെ അയക്കുമ്പോൾ അമ്മൂമ്മയുടെ ആ കല്യാണരാമനിലെ സീൻസിന്റെ മീംസിലൊക്കെ എന്നെ എല്ലാവരും ടാഗ് ചെയ്യാറുണ്ട്. സോ ഇപ്പോഴും അത് ഒരു ഭാഗ്യമല്ലേ. നമ്മൾ ഫിസിക്കലി ഒരു ഭൂമിയിൽ പ്രസന്റ് അല്ലെങ്കിലും ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നു, ആളെ പറ്റി സംസാരിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പം ഒത്തിരി അഭിമാനം തോന്നാറുണ്ട്. ഒരു ആഡ് ചെയ്യേണ്ടിയിരുന്നപ്പോഴാണ്. അതെ, ഏറ്റവും ലാസ്റ്റ് ചെയ്തത് കോൾഗേറ്റിന്റെ ആഡായിരുന്നു. അത് കഴിഞ്ഞ അടുത്ത വേൾഡ് കപ്പിന്റെ ഒരു ആഡിന് വിളിച്ച് സംസാരിച്ച് ഓൾമോസ്റ്റ് പോകാനൊക്കെ റെഡി ആയിരുന്ന സമയം ഡെറാഡൂണിലാണ് ഷൂട്ട് പറഞ്ഞിരുന്നത്. അപ്പൊ ആ സമയത്താണ് വയ്യാതാവുന്നതും. അന്ന് രൺവീർ സിംഗിന്റെ കൂടെ ആണ് ആ ഒരു ആഡ് വന്നത്. നമ്മളെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത്, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. കുട്ടിക്കാലത്തെ ഓണം ഓർമ്മകൾ? ഓണം ഭയങ്കര നല്ലതാണ്. കാര്യം എൻ്റെ അച്ഛനമ്മ ടീച്ചേഴ്സായിരുന്നു. അപ്പം അവർ ഈ സ്കൂളിലൊക്കെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം വീട്ടിൽ നമ്മൾക്കും ഭയങ്കര ഓണം നല്ലോണം സെലിബ്രേറ്റ് ചെയ്യും. പപ്പയുടെ ബർത്ത്ഡേ എപ്പോഴും നമ്മൾ നാളെ നോക്കുന്നതുകൊണ്ട് ഉത്രാടമാണ്. അപ്പം അതും ഒരു നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും നല്ലോണം. അപ്പം ആ ഓണം ടൈം ഫുൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. നല്ല ഇപ്പം 2 ദിവസം 3 ദിവസത്തോളം സദ്യ, പിന്നെ അങ്ങനെ എല്ലാവരും റിലേറ്റീവ്സൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. അപ്പം അങ്ങനെ എന്താണെങ്കിലും നമുക്ക് ഓണം ഭയങ്കര നല്ല മൂഡാണ്. അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ വീട് കായംകുളത്തും പപ്പയുടെ വീട് അടൂരുമാണ്. അപ്പം അങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അതൊക്കെ ഭയങ്കര രസമാണ്. ഇങ്ങനെ മറ്റേ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഉപ്പേരി അങ്ങനെയൊക്കെ. ഇവരുടെ ഓണം എന്ന് പറഞ്ഞാൽ ഒന്നും സാധനം വാങ്ങിക്കുന്നില്ല, എല്ലാം വീട്ടിൽ തന്നെ ഉള്ളത് ചെയ്യുന്നതാണ്. അത്രയ്ക്ക് സാധനങ്ങളുണ്ട് അവർക്ക്. അപ്പം അതുകൊണ്ട് അങ്ങനെ നല്ല ഓണമാണ്. ഓണം സദ്യയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു? എനിക്ക് പരിപ്പും നെയ്യും ചോറും. പായസം? പായസം പാൽപ്പായസം. അർജുൻ? എനിക്ക് ഒരു മസാല കറി ഉണ്ട്, അതാണ് ഇഷ്ടം. ഈ പറഞ്ഞൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് സദ്യ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓണത്തിന് നല്ല എപ്പോഴും സദ്യക്ക് എനിക്ക് അതാണ് ഇഷ്ടം. ഇപ്പം നമ്മൾ ഭയങ്കര വിഷമഘട്ടമായിട്ടുള്ളൊരു ഓണമാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? സേഫായിട്ടൊക്കെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ഥലം കുറച്ച് ബുദ്ധിമുട്ടിൽ ഫേസ് ചെയ്തു.
എല്ലാ പ്രാവശ്യവും വരുന്ന പോലെ ഇനിയും നമ്മൾ ഇതിൽ നിന്ന് ഉയർന്നു വരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഭയങ്കരമായിട്ട്. കേരളം ഒരു ഫീനിക്സ് പോലെയാണെന്ന് ഓരോ പ്രാവശ്യം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ സ്പീഡായിട്ട് നമുക്ക് തിരിച്ച് ബാക്ക് ടു ആക്ഷൻ വരാൻ പറ്റും തന്നെ വിശ്വസിക്കുന്നു. എന്താണ് ഇത്തവണത്തെ ഓണം പ്ലാൻസ്? എന്തെങ്കിലും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, ഈ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നത്. ഇനിയിപ്പോൾ എന്താണ് നമ്മുടെ മൂള് എല്ലാവരുടെയൊക്കെ കാര്യം എന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഒരുമിച്ച് അത്തപ്പൂവൊക്കെ ഇട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓണത്തിന് ഇത് തന്നെ വർക്ക് തന്നെ ആയിരിക്കുമല്ലോ. നമ്മുടെയൊക്കെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഫെസ്റ്റിവൽ സമയമാണല്ലോ. അപ്പം അതുകൊണ്ട് കുറച്ച് ഷൂട്ട്സ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ തന്നെയാണ്. എന്താണ് വരുന്ന പ്രോജക്ട്സ്? ഉടനെ ഉള്ള പ്രോജക്ട്സ്? ഉടനെ വരുന്നത് അബി വെറ്റ്സ് മഹി എന്ന് പറഞ്ഞിട്ടൊരു സിറ്റ്കോം തന്നെയാണ്. അപ്പം അതിനകത്ത് ഞാനും കൂടെ ജോയിൻ ചെയ്തു. അതിപ്പോൾ ഉടനെ ഉണ്ടാവും. മോൾ എവിടെയാണ്? മോളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. മോള് ഫ്രണ്ട് വന്നിട്ടുണ്ട്. കല്യാണം കളിച്ചോണ്ടിരിക്കുക. പിന്നെ ഇന്റർവ്യൂ ക്യാമറ ഒന്നും വേണ്ട. ആളെങ്ങനെ ഭയങ്കര കുസൃതിയാണോ? വളരെയധികം നല്ല നോട്ടിയാണ്. ആദ്യം ഭയങ്കര ആരാണ്? അച്ഛൻ കുട്ടിയാണോ അമ്മ കുട്ടിയാണോ? അത് കറക്റ്റ് ആവശ്യം അനുസരിച്ച് മാറാറുണ്ട്. ഏത് സാഹചര്യത്തിൽ അച്ഛൻ കുട്ടിയാവണം, ഏത് സാഹചര്യത്തിൽ അമ്മ എടുത്ത് പറഞ്ഞതൊക്കെ നല്ലോണം ആണല്ലേ? എന്താവശ്യം ആരെ കൊണ്ട് നേരണം അതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. ഉറങ്ങാൻ നേരത്തെ അമ്മ, പുറത്തു പോകാൻ പപ്പ, അങ്ങനെയാണ്. കൊഞ്ചിക്കാൻ വല്യച്ഛൻ, ഡാൻസ് കളിക്കാൻ വേണമെങ്കിൽ ചേച്ചി. പുള്ളി പെട്ടെന്ന് ബോറടിക്കും. അപ്പൊ തന്നെ പുറത്ത് കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ എന്റെ അടുത്ത് നിന്ന് പോകും. അമ്മ ഇല്ലാതെ കുഴപ്പമില്ല, മാനേജ് ചെയ്യും. വീട്ടിലിപ്പോ എന്തെങ്കിലും ഡാൻസ് ക്ലാസ് മാനേജ് ചെയ്യുമെന്ന് നോക്കാനായിട്ട് അമ്മ ഇതുവരെ അങ്ങനെ മാനേജ് ചെയ്ത് ട്രൈ ചെയ്തിട്ടില്ല. കുട്ടി അങ്ങനെ മാനേജ് ചെയ്യുമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ട്, അറിയണമെന്ന്. പക്ഷെ അമ്മ ഉള്ളിടത്തും അങ്ങനെ അത് നടക്കും. നിൽക്കൊക്കെ ചെയ്യും. ഭയങ്കര ഒരുപാട് ഈ ദിവസങ്ങളൊന്നും മാറി നിന്നിട്ടില്ല. 2-3 മണിക്കൂറൊക്കെ മാറി. 3 മിനിറ്റ് ഒക്കെ. പിന്നെ 3 മിനിറ്റ് അതാണ് മാക്സിമം. ഒരു 3-4 മണിക്കൂർ അത്രയും മാക്സിമം. ഓണമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പാട്ട് പ്രേക്ഷകർക്ക് ഞാനാണ് ആദ്യം പറഞ്ഞത്. ചേട്ടൻ പാടും. എനിക്ക് പാടാറുള്ളത്, എനിക്ക് ഡാൻസ് ഹിന്ദി മാത്രം പാടാ. ഓണം കെ ദിൻ മേ ഹം ഊഞ്ഞാലാട്ടാ ഹേ ഇപ്പൊ പാടും. അത് വേണേ ഞാൻ പറഞ്ഞു. എന്റെ ഭാര്യ എഴുതിയ കോമ്പോസിഷൻ വേണേ പറഞ്ഞു. പിന്നെ ഓണം കെ ദിൻ ഹം ഊഞ്ഞാൽ ആടുത്താ ഹേ, പൂക്കളം എടുത്താ ഹേ എന്ന് എഴുതിയുള്ളതാണ്. പക്ഷെ പൂവിന്റെ കാര്യം പറയാൻ പറ്റില്ല. വേണ്ട, അത് പറയണ്ട. ഓണം കെ ദിൻ സുബാ സവേരെ ഹം കുളിച്ചുകൊണ്ട് അമ്പലത്തിൽ ജാത്താ ഹേ എന്ന് എഴുതി. സുബാന്നൊന്നും പറയാൻ എനിക്കറിയില്ല. രാവിലെ ഹിന്ദിയിൽ എഴുതും. പക്ഷെ സൂര്യ ക ഉദയ ക സമയം നമ്മളിലേക്ക് ചുമ്മാ കോമഡി കൊണ്ടാണ്. സത്യമായിട്ട് അങ്ങനെ എഴുതി. എനിക്ക് നല്ല മാർക്കും ഉണ്ട്. അതാണ് എനിക്ക് സഹിക്കാത്തത്. ചേട്ടന് ഭയങ്കര മാർക്ക് കുറവാണ്. പക്ഷെ പൊട്ട ഹിന്ദി എനിക്ക് 20 തരാം. ഞാൻ കഷ്ടി ജയിച്ചു. അവർക്ക് 100-ൽ 100. നല്ല ഹാൻഡ് റൈറ്റിംഗിലാണ് ആ കാര്യം. ഓണം പാട്ട് വേണ്ട, അല്ലാത്തൊരു പാട്ട്. അല്ലാത്തൊരു പാട്ട് പാട് കേട്ടോ. അടുത്ത വാക്കുന്നത് മയില്. ഇത് ഓക്കെ. ഓക്കെ, അപ്പൊ ഓണമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ്. സീരിയസ് ആണോ? ഇല്ല, ചെറിയ ചെറിയ ജനറൽ നോളജ്. വലിയ റാങ്ക് ഹോൾഡർ ഒക്കെ ആയിരുന്നു. ഓണത്തിലല്ല ഞാൻ റാങ്ക്. +2 മുതല് ടോപ്പ് ആയിരുന്നു. സംഭവിച്ചു. D+ വാങ്ങിച്ച ഞാനാണോ A+ വാങ്ങിച്ച ചേട്ടൻ തന്നെ ജയിക്കും. ചോദിക്കട്ടെ, പ്രസിദ്ധമായ അത്തച്ചമയുമായി ബന്ധപ്പെട്ട സ്ഥലം ഏതാണ്? ഞാൻ പറയട്ടെ, തൃപ്പൂണിത്തുറ. അവളവിടെ താമസിച്ചിട്ടുണ്ട്. ഒരു പോയിന്റ്. എനിക്ക് സമ്മാനം ഉണ്ടോ? ഇല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്ര ആവേശം വേണ്ട. മഹാബലിയുടെ തലയിൽ കാല് വെച്ച് വാമനൻ മഹാബലി എവിടേക്കാണ് അയച്ചത്? പറഞ്ഞപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ ലാസ്റ്റ് സമ്മാനം തരും. പറഞ്ഞു ചേട്ടൻ ജയിക്കാൻ വേണ്ടി. ഇത് ചേട്ടൻ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സെഗ്മെന്റിൽ രണ്ടുപേരും വിജയിച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ചേട്ടൻ വളരെ സിമ്പിൾ ആയിട്ട് എന്താ ഷൂട്ട് ചെയ്ത് എനിക്കറിഞ്ഞൂടെ അവിടെ അതാണെന്ന്. വാമനൻ വന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മളിങ്ങനെ കിണ്ടി ഒഴിച്ചിട്ടാണല്ലോ സമ്മതിക്കുന്നത്. അപ്പൊ കിണ്ടി ഇങ്ങനെ അടഞ്ഞ കാര്യം അറിയാം. എനിക്കറിയാം. അറിയില്ല, പറഞ്ഞ അറിഞ്ഞേ കൂടെ. പിന്നെ ഞാൻ എനിക്കറിയാം പറഞ്ഞ എന്തായാലും
ആ കിണ്ടി അടയാൻ ഒരു കാരണമുണ്ട്. അതറിയാമോ എന്താണ്? കോമഡി അല്ലേ? ചോദ്യം. ഇതാണ് ചേട്ടന്റെ കുഴപ്പം. ചേട്ടാ സീരിയസ് അറിയാമോ? ഇല്ല. ഇനി മേലെ ചോദിച്ചു. നല്ല വിവരം ഉണ്ടല്ലോ. ഞാൻ ചോദിക്കണം, ദശാവതാരത്തിൽ വാമന എത്രാമത്തെ അവതാരമാണ്? ദശാവതാരത്തില് വാമന എത്രാമത്തെ അവതാരമാണ് എന്നല്ലേ ഇപ്പൊ എന്നല്ലേ? എന്നാലും ടക്ക് ടക്കെന്ന് പറയണം. അല്ലേ മറ്റേ ഇത് പറയണം, മത്സ്യകൂർമ്മ. ഇപ്പൊ പറഞ്ഞല്ലോ രാമൻ അപ്പോഴല്ല, അപ്പോഴേ തെറ്റിച്ച്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമൻ 5ാമത്തെയായിരുന്നു. മറ്റാരെന്നറിയോ? ഒരു മുനി, ശുക്രാചാര്യർ. അതിന്റെ അകത്ത് കയറിയിരുന്നു വണ്ടായിട്ടല്ലേ. ഒരു കണ്ണേ ഉള്ളെന്നുള്ള അറിയാമോ? അതെങ്ങനെയാണ് ഒരു കണ്ണായത്? അത് ഈ കാരണം കൊണ്ട് ഈ പ്രോസസ് ത്രൂ ആണ് അങ്ങനെ ആയത്. കമ്പെടുത്ത് കുത്തി അല്ലേ കളഞ്ഞു പൊളിച്ചു കണ്ട. ഇതാണ് അവസാനം കൊണ്ടുവന്ന് ദർഭപ്പുല്ല്. ഒരു കമ്പെടുത്ത് കിണ്ടിക്കകത്ത് കിണ്ടി ഉത്തരവുണ്ട്. അങ്ങനെ ഞാൻ ചെറിയ ചുള്ളിക്കമ്പം ചോദിപ്പിക്കുന്നതായിരിക്കും. എന്തായാലും എനിക്കത് അറിയായിരുന്നല്ലോ. ഈ സെഗ്മെന്റ് വേണ്ടായിരുന്നു എന്ന് ഇത് ബാക്കിയുള്ള ഞാൻ ചോദിക്കണ്ടല്ലോ. സബ്ജക്ട് മാറ്റർ നോളജ് ഇല്ലാത്ത സ്ഥിതിക്ക് ചോദിക്കണ്ട. രക്ഷപ്പെട്ടു. ചിലപ്പോ ബാക്കി വരുന്ന ചോദ്യങ്ങളൊന്നും പിന്നെ അറിഞ്ഞൂടായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ടൊക്കെ ചോദിച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഭാര്യ. ഓണത്തല്ല് പ്രേക്ഷകർക്ക് ലൈവായിട്ട് കാണാൻ പറ്റിയല്ലോ. തിരുവാതിര ഒന്നും ഇല്ലെങ്കിലും ഓണത്തല്ല് കാണാൻ പറ്റും. അവര് സത്യം മനസ്സിലാക്കിയല്ലോ. ഇവര് പോയതിനു ശേഷം നിന്റെ പുലി കളിയാണെന്നുള്ളത് നമുക്കല്ലേ അറിയാവുള്ളൂ. ഞാൻ പുലി കളിക്കുള്ളൂ വേട്ടക്കാരൻ തോക്കം കൊണ്ട്. എനിവേ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇത്രയും നമ്മളെ സഹിച്ചതിനും നല്ലൊരു ഓണ നിമിഷം സമ്മാനിച്ച് പറഞ്ഞൊന്നും മനസ്സിലാക്കല്ലോ. ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ അറിയായിരുന്നുള്ളൂ ചേട്ടൻ, അതുകൊണ്ട് ചോദിച്ചല്ലോ. അപ്പൊ എന്തായാലും മോളിവുഡ് ന്യൂസിന്റെ പ്രേക്ഷകർക്കായി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി നന്ദി. ലേഡീസ് ഫസ്റ്റ് നന്മ ഇഷ്ടമല്ല. അതാണ്